ആരോ ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില പ്രണയങ്ങൾ ചെത്തുകൾ പോലെയാണ്, സിരകളിൽ പിടിക്കുകയേ ഇല്ല. എൻ്റെ കാര്യത്തിൽ അത് ഏറ്റവും അന്വർത്ഥമായൊരു വാക്കാണ്. കാരണം എനിക്ക് വൺ സൈഡ് പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ട്, അല്ലാതെ ആദ്യ പ്രണയം എന്നൊന്നും പറയാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രണയിച്ച് നല്ല സൗന്ദര്യമുള്ള കുട്ടികൾ, അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ള കുട്ടികളെ കാണുമ്പോൾ ഈശ്വര അവൾ എന്നെ ഒന്ന് പ്രേമിച്ചിട്ട് നമ്മൾ മനസ്സിലിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കോട്ട കെട്ടും. ആദ്യകാലത്തൊക്കെ നമുക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന കാലത്താണ് എല്ലാവർക്കും പ്രണയം ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. പിന്നീട് ആ പ്രണയം സഫലമാവാത്തതിൽ സന്തോഷിച്ച ഒരാളും കൂടിയാണ് ഞാൻ. ആദ്യ പ്രണയത്തിൽ. അതെ അതെ. ആദ്യത്തെ പ്രണയത്തിന് എപ്പോഴും സ്കൂളിൽ എങ്ങനെ വെച്ചാൽ കുട്ടികൾ തമ്മിൽ പങ്കിട്ടെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ക്ലാസ്സിലെ ആൺകുട്ടികളിൽ ആരാണോ കൂടുതൽ ഡൊമിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ അവരാണ് കാമിനിമാരെ തീരുമാനിക്കുക. നല്ല പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയൊക്കെ അല്ലേ? അല്ല, അവർക്ക് ഇഷ്ടമുള്ള അവർ നല്ല കുട്ടി എന്ന് പറയുന്നത് കാണാൻ ചന്തമുള്ള കുട്ടിയാണ്. ഒരു സോക്കാൾഡ് ചന്തം എന്ന സങ്കല്പത്തിൽ വരുന്ന കുട്ടികളെ അവരാണ് ഓരോരുത്തർക്കും അയാൾ ഒരാളെടുക്കും, അത് കഴിഞ്ഞ് ബാക്കി നീ അവളെ പ്രേമിച്ചു അവനെ പ്രേമിച്ചു, അങ്ങനെ ഡൊമിനേറ്റ് ചെയ്യുന്ന 1-2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടക്കം 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പുതിയൊരു കുട്ടി വന്നു ചേരാണ്. കണ്ണുള്ള ഒരു തടിച്ചൂരുണ്ട് ഒരു സാധനം. ഇത് വന്ന് കയറിയത് ഇവള് കൊടയൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ ഓടി വന്നപ്പോൾ ഇവളെ മേലൊന്ന് മുട്ടിപ്പോയി. അപ്പോൾ അത് വന്ന് പ്രശ്നമായി. അവർ ഡെയിലി കണ്ടു കഴിഞ്ഞാൽ ഇവള് ഭയങ്കര പ്രതികാരം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഒരു 3 പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ ഈ ഐസുകാരൻ വരും. കാശുള്ളവർ കഴിക്കും, കാശില്ലാത്തവർ അവർ കഴിക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ വെള്ളറച്ച് നിൽക്കും. അപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇത് കടിച്ചിട്ട് ഒരു കഷ്ണം എൻ്റെ കയ്യിലേക്ക് വന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ അങ്ങനെ അവളെ നോക്കിയത് എന്തിനാ എന്നോട് ഭയങ്കര ദേഷ്യമുള്ള കുട്ടി എന്തിനാ ഇത് തന്ന് വീണ്ടും പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായത് പെട്ടെന്ന് കഴിച്ചില്ല, ഇത് അലിഞ്ഞു പ്രണയം പോലെ. പ്രണയത്തിന്റെ വികാരത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾ വിചാരിക്കും പോലെ അത് ഒരു എന്താന്ന് പറയാ, അതിനൊരു പ്രത്യേക, ഇപ്പോൾ നമ്മളൊരു കല്ലും ഒരു പൂവ് എടുക്കുന്ന വ്യത്യാസം ഉണ്ടാവും. ഒരു പൂവിന് മൃദുലതയുണ്ട്. പ്രണയം അതാണ്, മൃദുലമായൊരു വികാരമാണ്. ഞാൻ സാഹിത്യകാരി അല്ലാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് അനശ്വരമായൊരു വികാരമായിട്ടാണ് എൻ്റെ അനുഭവം. നാശമില്ലാതിന് പ്രണയത്തിന്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കുറേ പ്രണയിച്ച 250 പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രണയമാണോ എന്ന് ഞാൻ സംശയിക്കും. മനസ്സിലായില്ലേ? പലരും അങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞാൽ പ്രണയം എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ ധരിക്കുന്നതാണ്. അത് അനശ്വരമായൊരു സത്താണ്.